യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരി അധികൃതരുടെ അനുമതി തേടുമെന്ന വാർത്ത വരുന്നുണ്ട്. സെനയിലെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത്. ഉദ്യോഗസ്ഥരെ കാണാനുള്ള ശ്രമവും തുടരും. നിലവിൽ സനയിലുള്ള പ്രേമകുമാരി ഈ കാര്യം അറിയിച്ചതാണ് നമുക്ക് വിവരം. മാത്രമല്ല ഇവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഭർത്താവ് ടോമി, നിമിഷയുടെ ഭർത്താവ് ടോമിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബം എത്ര പണം വേണമെന്ന് ആവശ്യപ്പെടാത്തതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നും ഈ ബന്ധുജനങ്ങൾ പറയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമ്മോട് പറയാൻ വിനിത VG ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനിത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇനി വളരെ കുറച്ച്, എനിക്കൊന്ന് 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ 3 ദിവസം എന്ന് വെച്ചാൽ ഏതാണ്ട് 72 മണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം. പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും SKN സൂചിപ്പിച്ചതുപോലെ ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാനിരിക്കെ ഊർജിതമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, കഴിയുന്നടക്കമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ. ആക്ഷൻ കൗൺസിൽ അംഗങ്ങളടക്കം നമ്മൾ സംസാരിക്കുമ്പോൾ ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. എല്ലാ വഴികളും അവർ തേടുകയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്നാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായി ലഭ്യമായിരിക്കുന്ന വിവരം, ഈ സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ ഉള്ളത്. ഈ സനയിൽ ഇപ്പോൾ നിമിഷപ്രിയയുടെ അമ്മയുണ്ട്. നിമിഷപ്രിയയുടെ അമ്മ നിമിഷപ്രിയയെ ജയിലിലെത്തി അവരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി തേടിയേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ജയിലധികൃതമായി കണ്ടതിന് ശേഷം ഈ മകളെ കാണണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ അത് ഉദ്യോഗ തലത്തിൽ ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുമുണ്ടായിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുന്നതിനുള്ള ഒരു ശ്രമം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കുകയാണ്. ആ ശ്രമം ഇന്നും തുടരുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള സാധ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിരിക്കുകയാണ് ആക്ഷൻ കൗൺസിൽ. ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളുടെ വിശദാംശങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് കഴിഞ്ഞ ദിവസം അറ്റോർണി ജനറലിന്റെ ഓഫീസ് തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിങ്കളാഴ്ച ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. അതിനിടെ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ വ്യവസായം നടത്തുന്ന മലയാളി ഈ വിഷയത്തിൽ ഇടപെടാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നും കഴിഞ്ഞ ദിവസം ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും ഒക്കെയായി സംസാരിച്ചപ്പോൾ അവർ അത്തരത്തിലേക്കുള്ളൊരു വിവരം കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മാർഗങ്ങളും തേടുകയാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള സാമുൽ ജെറോം, അദ്ദേഹവും ഇന്ന് സനയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹം സനയിലെത്തിയാൽ നിമിഷപ്രിയയുടെ അമ്മയും സനയിൽ തന്നെയാണുള്ളത്. ഇരുവരും ഒന്നിച്ച് ജയിലിൽ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തും. ജയിലിലെത്തി നിമിഷപ്രിയയെ കാണുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങൾ ഇന്ന് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത നീക്കത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എംബസി ഉദ്യോഗസ്ഥരെ അടക്കം കണ്ട ഈ വിഷയത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനി SKN സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 72 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളതിനിടയിൽ സാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ളൊരു ശ്രമം അതുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. SKN യഥാർത്ഥത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന ഈ സാമുവൽ ജെറോം എന്ന ആള് ഇന്നലെ തന്നെ വൈകുന്നേരം ഈ സെനയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അമ്മയും അവിടെയുണ്ട്. മാത്രമല്ല ഇതിലൊരു പ്രത്യേകിച്ചുള്ള കാര്യം, നിമിഷപ്രിയയ്ക്ക് ഇത് അറിയാമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു സംശയത്തിനൊരു ബന്ധു എന്നോട് പറഞ്ഞത് നിമിഷപ്രിയ തന്നെ ആണ് ഈ 16-ാം തീയതി വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ള കത്ത് ലഭിച്ചത് എന്ന രീതിയിൽ ബന്ധുക്കളെ അറിയിച്ചത്.